ഇറാൻ വെടിവെച്ച് തകർത്ത US യുദ്ധവിമാനം F-15E സ്ട്രൈക്ക് ഈഗിൾ ജെറ്റിൽ നിന്നും കാണാതായ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ധീരമായ നീക്കത്തിനൊടുവിൽ വിമാനം തകർന്ന് കാണാതായ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. അമേരിക്കൻ ജനങ്ങളെ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരികെ കിട്ടി, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് US യുദ്ധവിമാനം തകർത്തത്. വിമാനം തകർന്നതിന് മുൻപ് പൈലറ്റുമാർ പുറത്തേക്ക് ചാടി. ഈ വിമാനത്തിലെ പൈലറ്റുമാരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ആളെ കാണാതായിരുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി US സൈന്യം ചരിത്രത്തിലെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് ട്രംപിന്റെ പോസ്റ്റ്. ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. സുരക്ഷിതനും ആരോഗ്യവാനുമാണ് പൈലറ്റ് എന്ന് പറയുന്നു. എനിക്ക് സന്തോഷമുണ്ട് ഇക്കാര്യം അറിയിക്കുന്നതിൽ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും പുറത്തുവിടാൻ ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യോമസേനയുടെ കമാൻഡർ ഇൻ ചീഫ്, പ്രതിരോധ സെക്രട്ടറിയും നേതൃത്വം നൽകിയ ഓപ്പറേഷനിൽ 24 മണിക്കൂറും നിരീക്ഷിച്ചിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഒടുവിൽ രക്ഷപ്പെടുത്തി എന്നും പറയുകയാണ്. 2 യുദ്ധവിമാനങ്ങളാണ് 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക നഷ്ടപ്പെട്ടത്. ഇതിൽ പൈലറ്റിനെ പിടികൂടി വിലപേശാനുള്ള ഇറാന്റെ തന്ത്രം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടില്ലാതായത് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇപ്പോൾ ട്രംപിന്റെ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. പൈലറ്റിനെ എങ്ങാനും ഇറാൻ പിടിച്ചിരുന്നെങ്കിൽ അത് വലിയ തോതിലുള്ള യുദ്ധത്തിന്റെ മുഖം മാറ്റുന്ന സാഹചര്യം ഒരുക്കുമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അമേരിക്കയുടെ വഴിക്ക് ഒരു പരിധിവരെ എത്തിയിരിക്കുകയാണ്. സന്തോഷത്തോടെയാണ് ട്രംപിന്റെ പ്രതികരണം. രഞ്ജിത്ത്, വലിയ ആശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പൈലറ്റിനെ ചുറ്റിപ്പറ്റിയാണ് യുദ്ധത്തിൻ്റെ എല്ലാ ശ്രദ്ധയും മാറിയത്. കാരണം ഈ കരയുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോലും ഈ പൈലറ്റിന് വേണ്ടിയുള്ള പോരാട്ടം മാറി എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം കുവൈറ്റിൻ്റെ മേഖലയിലാണ് ഈ പാരഷൂട്ടിൽ പൈലറ്റ് ഇറങ്ങിയത് എന്ന ഒരു വിവരം വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വരികയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇറാൻ്റെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് പൈലറ്റ് ഇറങ്ങിയതെന്ന ചില വിവരങ്ങൾ വന്നു. ഈ 2 സൈനിക വിഭാഗങ്ങളും, IRGSും അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സേനയും 2 കൂട്ടരും പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വളരെ ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു, പോരാട്ടത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു. അതുതന്നെയാണ് അമേരിക്കൻ സേന ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരവും. ഏറ്റവും കൂടുതൽ അമേരിക്കൻ സേന പൈലറ്റിനെ കണ്ടെത്തി അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു, ആരോഗ്യവാനായിരിക്കുന്നു എന്ന കാര്യമാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനാകട്ടെ ഇന്ത്യൻ രൂപ 62 ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം ജീവനോടെയോ അല്ലാതെയോ പൈലറ്റിനെ പിടികൂടണം എന്ന ഒരു കാര്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്, സൈന്യത്തിന് നൽകിയത്, ഇറാനിലെ ജനതയ്ക്ക് നൽകിയത്. എന്നാൽ പിന്നീട് ജീവനോടെ തന്നെ കണ്ടെത്തണം, 62 ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇരു സേനാ വിഭാഗങ്ങളും ഈ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. 2 വിമാനങ്ങളാണ് തകർന്നു വീണത്. A-10 തണ്ടർബോൾട്ടും അതോടൊപ്പം തന്നെ F-15ഉം. രണ്ടും അമേരിക്കയെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ വിമാനങ്ങളാണ്. അവരുടെ ഏറ്റവും വലിയ അന്തസ്സ് ഉയർത്തുന്ന വിമാനങ്ങളാണ്. ഈ 2 വിമാനങ്ങളാണ് ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത്. പക്ഷേ വെടിവെച്ച് വീഴ്ത്തിയതാണെന്ന കാര്യം ഇതുവരെ അമേരിക്ക സ്ഥിരീകരിക്കുന്നില്ല. ഇതിനു മുൻപ് F-15 വെടിവെച്ചിട്ടത് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് ആകുന്നു. ഇറാഖാണ് മുമ്പ് ഒരിക്കൽ ഈ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. അതിനുശേഷം ആദ്യമായാണ് അമേരിക്കയുടെ F-15 ഇങ്ങനൊരു യുദ്ധത്തിൽ തകരുന്നത്. നേരത്തെ 2 വിമാനങ്ങൾ തകർന്നിരുന്നു, അത് കുവൈറ്റിലാണ് വീണത്. കുവൈറ്റ് സേന ശത്രു രാജ്യത്തിൻ്റെ, ഇറാൻ്റെ വിമാനങ്ങളെന്ന തെറ്റിദ്ധരിച്ച് ഈ വിമാനങ്ങൾ വീഴ്ത്തിയെന്ന വിശദീകരണമാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അമേരിക്കയും കുവൈറ്റും ഈ യുദ്ധത്തിൽ സഖ്യരാഷ്ട്രങ്ങളാണ്, അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തിയെന്നതാണ്. പക്ഷേ ഇറാനിൽ സംഭവിച്ചത് അങ്ങനെയല്ല. 2 വിമാനങ്ങളും ഇറാൻ വീഴ്ത്തി എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടമായി. ഈ പൈലറ്റിനെ പിടികൂടുക എന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. പൈലറ്റിനെ ഒരുപക്ഷെ കയ്യിൽ കിട്ടിയാൽ ഈ ഏതൊക്കെ തരത്തിലായിരിക്കും ഇറാൻ അത് ഉപയോഗിക്കുക എന്നതിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. തീർച്ചയായും അതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്. ഏത് നിമിഷം എത്തിയേക്കാവുന്ന മിസൈലുകൾ, റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വലിയ പ്രതിരോധം, ഇതെല്ലാം മറികടന്നാണ് ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഈഗിൾ വിമാനം തകർന്നാണ് ഈ പൈലറ്റ് വീഴുകയും മറ്റും ചെയ്തത്. 23 വർഷത്തിനിടെ ആദ്യമായാണ് US വിമാനത്തെ ഒരു ശത്രുരാജ്യം വെടിവെച്ചിടുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് എന്ന് ഇതിനോട് ചേർത്ത് വെക്കണം. ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങൾ വിന്യസിച്ചാണ് ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അവകാശവാദം എന്നുള്ളതാണ്. ഇറാൻ്റെ മണ്ണിൽ
US സൈന്യം നുഴഞ്ഞു കയറുകയാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെയുള്ള പൈലറ്റിനെ രക്ഷപ്പെടുത്തിക്കാൻ പറ്റും ചെയ്തത്. സ്പെഷ്യൽ ഓപ്പറേഷൻ പ്രകാരം നൂറുകണക്കിന് സൈനികർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇറാനിയൻ്റെ ഭൂപ്രദേശത്തേക്ക് ഈ സൈനികർ നുഴഞ്ഞു കയറി സുരക്ഷിതമായി ഉദ്യോഗസ്ഥരെ രാജ്യത്ത് എത്തിച്ചു എന്നാണ് ഇപ്പോൾ അവകാശവാദം. രാത്രി വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി ആരംഭിച്ച ദൗത്യം പിറ്റേന്ന് പകൽ അവസാനിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ദൗത്യം എളുപ്പമായിരുന്നില്ല, അതിശക്തമായ ഏറ്റുമുട്ടലിനിടയിലാണ് രക്ഷിക്കാനായത് എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇറാനിയൻ വാഹനവ്യൂഹങ്ങൾക്ക് നേരെ US വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയും മറ്റുമുണ്ടായി. അത്ഭുതമെന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ അവനെ രക്ഷിച്ചുവെന്നും ട്രൂത്ത് സോഷ്യൽ ട്രംപ് പറയുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. HH-60W ഹെലികോപ്റ്ററുകൾ, A-10 വാർത്തോക്ക് വിമാനങ്ങൾ, F-35 സ്റ്റെൽത്ത് ജെറ്റുകൾ എന്നിവയൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും CIA വലിയ ഒരു തന്ത്രം ഇതുമായി ബന്ധപ്പെട്ട് വിജയിച്ചിരിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. US സൈന്യം പൈലറ്റിനെ കണ്ടെത്തിയെന്നും കരമാർഗം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നും മറ്റുമായിരുന്നു വാർത്ത പ്രചരിപ്പിച്ചിരുന്നത്. ഇത് തെറ്റായ വാർത്തയായിരുന്നു. അതിനുശേഷം കൃത്യമായ ലൊക്കേഷനിൽ കണ്ടെത്തി പൈലറ്റ് മലനിരകളിൽ ഒളിച്ചു കഴിയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ താനും പ്രതിരോധ സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും 24 മണിക്കൂർ നിരീക്ഷിച്ചാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ ജീവനോടെ ഇയാളെ പിടികൂടുന്നവർക്ക് $66,000 ഇറാൻ പ്രതിഫലം പ്രഖ്യാപിച്ച ഒരു പൈലറ്റ് കൂടിയാണ്. ഇറാന്റെ പക്കൽ കിട്ടിയിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിലപേശലിലെ കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തതിനെ അതൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാന നേട്ടമായി ട്രംപ് പറയുന്ന പശ്ചാത്തലം നിർണായകമാണ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ഇറാൻ സമാധാന കരാറിന് വഴങ്ങിയില്ലെങ്കിൽ കനത്ത നാശമെന്നാണ് വീണ്ടും ട്രംപിൻ്റെ ഭീഷണി. ടെഹ്റാനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശക്തമായ ആക്രമണം ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതായും ട്രംപ് വെളിപ്പെടുത്തുകയാണ്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ പുതിയ അവകാശവാദമൊക്കെ ഉള്ളത്. പക്ഷേ ആരെയൊക്കെയാണ് വധിച്ചതെന്നും മറ്റും ട്രംപ് പറഞ്ഞിട്ടില്ല. അതേസമയം ചില ദൃശ്യങ്ങളൊക്കെ ട്രംപ് പങ്കുവെക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനമാണ്. 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിൽ ചില നേതാക്കളെ വധിച്ചു എന്നും മറ്റും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വൻ ആക്രമണത്തോടെ ഈ നേതാക്കൾ അവസാനിക്കപ്പെട്ടു എന്ന കുറിപ്പോടെയാണ് ട്രംപ് വീഡിയോ പങ്കുവച്ചത്. നിരവധി തവണ സ്ഫോടനങ്ങൾ നടക്കുന്നത് വീഡിയോയിൽ കാണാം. എന്നാൽ ആക്രമണത്തിൽ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണെന്നോ ആരെയൊക്കെയാണെന്നോ എന്നൊന്നും വ്യക്തമാക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന് മേൽ നരകം പെയ്തിറങ്ങുമെന്ന ട്രംപിൻ്റെ അന്ത്യശാസനം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. അതിൽ തങ്ങളുടെ ഏറ്റവും മാരകമായ സ്റ്റെൽത്ത് മിസൈലുകൾ JASSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുന്നുവെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർഫോർഡിലേക്കും മാറ്റാൻ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 600 മൈലിലധികം, അതായത് 965 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുള്ളവയാണ്. വിനോദ്, ഇപ്പോൾ അവസാന അടവിലേക്ക് ട്രംപും അമേരിക്കയും പോവുകയാണോ? ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലമാക്കിയത് സ്ഥിരമായി അവകാശപ്പെട്ടെങ്കിലും 2 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, MER ക്രൂയിസ് മിസൈലുകൾ എന്നത് ഈ വിനാശം, പറക്കുന്ന വിനാശം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കടുത്ത ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ. ഈ പൈലറ്റിനെ കണ്ടെത്തുക എന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. യുദ്ധം 4 ആഴ്ച കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ അത് കടന്നു പോകുന്നു, 35 ദിവസം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 ആഴ്ച കൂടി എന്നൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ അവസാനിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. കൂടുതൽ സേനാ വിഭാഗം അല്ലെങ്കിൽ ആയുധങ്ങൾ ഇറാന് അടുത്തേക്ക് അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആർമി ചീഫിനെ ഉൾപ്പെടെ 9 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനഭ്രഷ്ടരാക്കിയത്, ട്രംപ് ഒഴിവാക്കിയത്. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ആർമി ചീഫിനെയൊക്കെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ വെക്കുക എന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ആ തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കൂടുതലായി കൊണ്ടുവരുന്നത്. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും
അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഈ ഇറാനുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്കും ഒക്കെ മാറ്റാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. 600 മൈലിലധികം, അതായത് 965 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഏകദേശം $1.5 ദശലക്ഷം വില വരുന്ന മിസൈലുകളാണിത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണണം രഞ്ജിത്ത്. കാരണം നേരത്തെ തന്നെ അമേരിക്ക ചെലവിടുന്ന പണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ വന്നിരുന്നു. ഏതാണ്ട് 9,000 കോടിയോളം രൂപ, ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 9,000 കോടിയോളം രൂപ പ്രതിദിനം യുദ്ധച്ചെലവിനായി അമേരിക്ക വഹിക്കുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്ന് അമേരിക്കയിലെ ജനങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ അമേരിക്കയിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധം വരുന്നത്. മറ്റ് കാര്യങ്ങൾ കൂടി നോക്കിയാൽ പക്ഷേ ഈ ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇതുവരെ ട്രംപിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഊരാക്കുടുക്കായി മാറുന്നു എന്ന് പറയേണ്ടി വരുന്നത്. അമേരിക്കയുടെ 2 യുദ്ധവിമാനവും നേരത്തെ പറഞ്ഞതുപോലെ A-10 വിമാനവും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഈ 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിൽ വന്നിരുന്നു. ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാൻ വെടിയുതിർത്തു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ശേഷി എത്ര എന്ന് അളക്കുന്നതിൽ അമേരിക്കയ്ക്ക് പിഴച്ചു എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി കണക്കാക്കേണ്ടത്. ആദ്യ ആഴ്ചകളിൽ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന 2300 മിസൈലുകളുടെ ശേഖരത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 425 എണ്ണം മാത്രമാണെന്ന കണക്കുകൾ വരുന്നു. 75 മിസൈലുകൾ തകരാർ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആ തരത്തിൽ ഈ അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു, അവരുടെ സാമ്പത്തിക ചെലവ് കൂടുന്നു. എന്നാൽ യുദ്ധം ഒഴിവാക്കി തിരികെ പോകാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് പോകുന്നു. അത് അവർക്കുണ്ടാക്കുന്ന ക്ഷീണം, മാനക്കേട് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു സന്ധിയിലെത്തുക എന്നതാണ്. അവിടെയാണ് 15 കരാറുകൾ, ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇറാനാകട്ടെ അതിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ ഹോർമൂസിൻ്റെ അധികാരം പങ്കുവയ്ക്കുന്ന അമേരിക്കയുടെ നിർദ്ദേശം പൂർണ്ണമായി തള്ളുന്നു. ആണവ നിരായുധീകരണം, പ്രത്യേകിച്ച് ഈ യുറേനിയം സമ്പുഷ്ടീകരണം പോലെയുള്ള കാര്യങ്ങൾ ഊർജ്ജാവശ്യത്തിനാണെന്ന് പറയുന്നു. അതിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്ക കരുതിയതിനേക്കാൾ എത്രയോ മടങ്ങ് അപ്പുറത്താണ് ഇറാൻ്റെ ആയുധശേഷി എന്ന കാര്യമാണ് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി വൈകി ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണ പരമ്പരകളിൽ സുപ്രധാന സർക്കാർ കെട്ടിടങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിലെ വിവിധ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന മിനിസ്ട്രി കോംപ്ലക്സ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇതിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. 2 പ്രധാന വൈദ്യുതി ജലവിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാബ്കോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അങ്ങനെ നിരവധിയായ ആക്രമണങ്ങൾ ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും മറ്റുമായി ഇറാൻ നടത്തുന്ന പശ്ചാത്തലം ഏറെ നിർണായകമായി മാറുകയാണ്. വിനോദ്, ഗൾഫ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ്, മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നു. വലിയ പ്രതിസന്ധി ബഹ്റൈനും കുവൈറ്റും ദുബായും അടക്കമുള്ള GCC രാജ്യങ്ങളിൽ സംഭവിക്കുകയാണ്. രഞ്ജിത്ത്, GCC രാജ്യങ്ങളുടെ ഭാവി തന്നെ ഇനി എന്താകും എന്ന് വലിയ ചോദ്യം ഉയർത്തുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പ്രതിസന്ധി അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലെ ആണവ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്ക സഖ്യസേന നടത്തിയ ആക്രമണം. അവിടെ ചെറിയ തോതിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആണവ വികിരണം ചെറിയ തോതിലുണ്ട്, എന്നാൽ അങ്ങനെ അപകടകരമായ രീതിയിലില്ല എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെ വലിയ ആക്രമണം ഉണ്ടായാൽ അത് ബാധിക്കാൻ പോകുന്നത് ഇറാനെ മാത്രമല്ല, ടെഹ്റാനിലേക്ക് അതിൻ്റെ വികിരണങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെർഷ്യൻ കടലിടുക്കിൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്തായി കുവൈറ്റ്, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ബാധിക്കുന്ന രാജ്യങ്ങൾ ഇവയായിരിക്കും. അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ടുള്ള രാജ്യങ്ങളാണ്, അമേരിക്കയുമായി സഖ്യമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ ആണവ ചോർച്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രമായിരിക്കില്ല ഈ വികിരണം ഉണ്ടാകുക, അത് ആ പ്രദേശത്താകെ ബാധിക്കുന്ന നിലയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആകാശ മാർഗം നോക്കുമ്പോൾ ഈ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് വളരെ അകലെയല്ലാതെയാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ മുഴുവൻ മേഖലയിലും അത് വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സമീപ രാജ്യങ്ങളിലേക്ക് ആണവ വികിരണം ഉണ്ടാകും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൻ്റെ ഒരു നാശത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടാകും. അവിടെ അമേരിക്കയും ഇസ്രയേലും കൈകഴുകി പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ്. യുദ്ധം
ഒരുപക്ഷെ ആത്യന്തികമായി കെടുതി ഉണ്ടാക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലാണ്, അവിടുത്തെ രാജ്യങ്ങൾക്കാണ്. അവിടെ സുന്നി ഷിയ തർക്കങ്ങളൊക്കെ പറഞ്ഞാൽ പോലും ഈ രാജ്യങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന നിലയിലേക്ക് ഈ യുദ്ധം കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യക്കാർക്കും കേരളീയർക്കും ഒക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ധാരാളം ജനങ്ങൾ, നമ്മുടെ ഒരുപാട് ആളുകൾ അവിടെ കഴിയുന്നുണ്ട്, ജോലിയെടുക്കുന്നുണ്ട്, പല ആവശ്യങ്ങളുമായി അവിടെ എത്തുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക തകർച്ചയും അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾക്കുണ്ടാകുന്ന കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന കേടുപാടുകളൊക്കെ അവരുടെ സാമ്പത്തിക നട്ടലിനെ തകർക്കുന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ബഹ്റൈനിലെ പ്രമുഖ ഇന്ധന കമ്പനിയായ ബാപ്കോയ്ക്ക് നേരെയും ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. സിത്ര ഐലൻഡിലെ റിഫൈനറിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഇറാൻ കൃത്യതയാർന്ന മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുമെന്ന ഇറാൻ്റെ തന്നെ മുന്നറിയിപ്പ്. അത് IRGSൻ്റെ മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കുവൈറ്റിലേക്കൊക്കെ നിരവധി തവണയാണ് അക്രമമുണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒറാക്കിളിൻ്റെ ആസ്ഥാനത്തിന് നേരെ അല്ലെങ്കിൽ അവരുടെ ഓഫീസിന് നേരെയൊക്കെ തന്നെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പ്ലാന്റുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. സ്റ്റീൽ പ്ലാന്റുകളും അലുമിനിയം പ്ലാന്റുകളും മറ്റ് റിഫൈനറീസുകളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് പോകുന്നു. തീർച്ചയായും ശരി. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ പ്രധാന ആണവ നിലയമായ ബുഷഹർ ശനിയാഴ്ച US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. GCC രാജ്യങ്ങളെ വികിരണം ബാധിക്കും, റേഡിയോ ആക്റ്റീവ് മലിനീകരണ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു സൈനികൻ മരിച്ചു, 198 തൊഴിലാളികൾ ഒഴിപ്പിച്ചു, നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് ആണവ ചോർച്ച ഉണ്ടാകാൻ ഇടയാക്കുമെന്നാണ് അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുന്നത്. മാത്രമല്ല GCC രാഷ്ട്രങ്ങളിലെ ജനതയെയും തകർത്ത് കളയുമെന്നും പറയുന്നു. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ഇത് ബാധിക്കുന്നത് കുവൈറ്റ്, ബഹറിൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ബുഷഹർ എന്ന് പറയുന്ന നിലയം ഈ പറഞ്ഞ രാജ്യങ്ങളുടെ തൊട്ടടുത്താണ് എന്നുള്ളതാണ് വിഷയത്തിൻ്റെ ഗൗരവം കൂട്ടുന്നത്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്ക് കടന്ന് 8 ഇന്ത്യൻ കപ്പലുകൾ. ഈ പാതയിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ കടത്തിവിടാൻ കഴിഞ്ഞ രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറുന്ന പ്രധാനപ്പെട്ട സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം കൂടിയാണ് ഈ നേട്ടം. ഗ്രീൻ സാൻവിയാണ് ഹോർമുസിലൂടെ ഇന്ത്യയിലേക്ക് കടന്ന 8ാമത്തെ കപ്പൽ. 2 കപ്പലുകൾ കൂടി LPG-യുമായി ഉടൻ ഹോർമുസ് കടക്കും. ഗ്രീൻ ആശ, ജഗ് വിക്രം എന്നിവയാണ് ഈ കപ്പലുകൾ. ശിവാലിക്, നന്ദാദേവി, ജഗ് ലാഡ്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടൈഗർ, BW എൽംസ് എന്നിവയാണ് ഹോർമുസ് കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇപ്പോഴും 15-ലധികം കപ്പലുകൾ ഹോർമുസിലുണ്ട്. 450-ലധികം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് താനും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. 2025-26 കാലത്ത് ഇന്ത്യയുടെ കയറ്റുമതി 38,424 കോടിയിലേക്ക് കുതിച്ചുയർന്നതായി പ്രതിരോധ മന്ത്രാലയ രേഖകൾ വ്യക്തമാക്കുന്നു. 2016-17 കാലത്തെ അപേക്ഷിച്ച് 25 മടങ്ങ് വർധനവുണ്ടായി. 2016-17 കാലത്ത് പ്രതിരോധ കയറ്റുമതി കേവലം 1,522 കോടി മാത്രമായിരുന്നു. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇന്ത്യ നിലയുറപ്പിക്കുകയും കരുത്ത് തെളിയിക്കുകയുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനകം നമുക്കറിയാം പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് ഏറ്റവും പ്രധാനമായും വാങ്ങുന്ന മ്യാൻമാറാണ്, തൊട്ടുപിന്നിൽ ഫിലിപ്പൈൻസും, പിന്നീട് അർമേനിയയുമാണ്. കപ്പലുകളാണ്, ഇന്ത്യൻ നിർമ്മിത കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള സുപ്രധാന നിരീക്ഷണം കൂടിയുണ്ട്. വിനോദ്, നമുക്ക് വലിയ അഭിമാനമാണ് ഈ നേട്ടം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഏതാണ്ട് 28ഓളം കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്നത്. അത് ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് കടത്തിവിടാത്ത തരത്തിൽ അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ താരിഫ് ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിരുന്നു. ഏതാണ്ട് മദർഷിപ്പുകൾക്ക് 8 കോടി രൂപ വരെ താരിഫ് നൽകണം എന്ന നിലയ്ക്കാണ് ഇറാൻ്റെ ഒരു തീരുമാനം വന്നത്. അത് അവർ നടപ്പാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് വന്ന കപ്പൽ
വലിയ നിലയിൽ ഏതാണ്ട് 5 ലക്ഷം ടൺ ബാരലുമായി വന്ന എണ്ണക്കപ്പൽ അത് ചൈനയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണെന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അതിലൊരു ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നു. അത് ഈ എണ്ണ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആ കപ്പൽ കമ്പനികൾക്കും ഈ എണ്ണ കമ്പനികൾക്കുമായുള്ളൊരു ധാരണയാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ ഈ സർവീസുകളെ മാറ്റാം, അങ്ങനെ പുനഃക്രമീകരിക്കാം, അങ്ങനെ ഒരു കാര്യമാണ് നടന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന കാര്യം ഇപ്പോൾ ഇന്ത്യയുടെ വിശദീകരണമായി വന്നിരിക്കുന്നു. മാത്രമല്ല 8 കപ്പലുകൾ കൂടി ഹോർമുസ് വിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ മംഗലാപുരത്തേക്ക് ഒരു കപ്പൽ കൂടി വന്നിരിക്കുന്നു. 44,000 ടൺ LPGയുമായാണ് ഈ കപ്പൽ അടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നുണ്ട്. ഗുജറാത്തിലേക്കും മറ്റ് തീരങ്ങളിലേക്കുമൊക്കെ തന്നെ കപ്പലുകൾ എത്തുന്നുണ്ട്. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി എല്ലാം തന്നെ വരുന്നുണ്ട്. LPG ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാചകവാതകത്തിനൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണം കുറേയൊക്കെ മാറ്റുകയും ചെയ്തു. ഹോട്ടലുകളിലൊക്കെ അവർക്ക് ആവശ്യമായ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയന്ത്രണത്തിലൊക്കെ കുറേ അധികം ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ ഈ സഞ്ചാരത്തെ ബാധിക്കില്ല. പക്ഷേ അമേരിക്കയുടെ തീരുമാനം അത് വളരെ നിർണായകമാണ്. കാരണം അവർ കൂടുതൽ കപ്പലുകൾ ഇവിടേക്ക് അയക്കുന്നു, വിമാനവാഹിനി കപ്പലുകൾ തീരത്തേക്ക് ഇറാൻ്റെ സമീപത്തേക്ക് അയക്കുന്നു. അതുകൊണ്ട് തന്നെ കരയുദ്ധം എന്ന ഒരു ഭീഷണി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ട്രംപിൻ്റെ ഒരു വാക്ക് വളരെ പ്രസക്തമാകുന്നത്. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളുടെ സുരക്ഷിതത്വം അതാത് രാജ്യങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം, തങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഈ യുദ്ധം തുടങ്ങുകയും പിന്നീട് അവിടുത്തെ മറ്റ് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കൈയൊഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. നാറ്റോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നില്ല. ശരി വിനോദ്, നമുക്ക് സമയക്കുറവുണ്ട്, അവസാനിപ്പിക്കണം. ഏതായാലും ഏറ്റവും വലിയ യുദ്ധം പശ്ചിമേഷ്യ ഫേസ് ചെയ്യുകയാണ്. സമാധാനത്തിനുള്ള ഒരു ലക്ഷണവുമില്ല. പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും അടക്കമുള്ള രാഷ്ട്രങ്ങൾ സമാധാനത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഭീഷണി തുടർച്ചയായി വരികയും ചെയ്തു. വാർത്താബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.